കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ടയിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ ഓഗസ്റ്റ് 18 നടക്കും. പ്രശസ്ത സിനിമാ താരമായ നിയാസ് ബക്കർ 4ാമത്തെ സ്നേഹവീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടാണ് ചിറ്റണ്ട സ്വദേശിയായ അഷറഫിന് നിർമ്മിച്ചു നൽകുന്നത്. ഓഗസ്റ്റ് 18 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം നിയാസ് ബക്കർ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുമെന്ന് സുഹൃത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ പറഞ്ഞു. 4ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ഈ വരുന്ന ഞായറാഴ്ച എന്നുവെച്ചാൽ ഓഗസ്റ്റ് 18 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം നിയാസ് ബക്കർ നിർവഹിക്കുന്നതാണ്. അന്നേ ദിവസം എരുമപ്പെട്ടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബസന്ത്ലാൽ അവിടെ മുഖ്യാതിഥിയായി വന്ന് ചേരുകയും ചെയ്യും. അന്ന് തന്നെ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിൻ്റെ ഇപ്പോഴത്തെ മെമ്പർമാരും പഴയകാല മെമ്പർമാരും എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള എല്ലാവരുടെയും കുടുംബങ്ങളുമായി ഒത്തുചേർന്നുള്ള കുടുംബ സംഗമം കുണ്ടന്നൂർ ജെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാലത്ത് 11 മണിക്ക് നടത്തുന്നതാണ്. ഇതിനോടകം 3 വീടിൻ്റെ പണി ഞങ്ങൾ തീർത്ത് അവരുടെ വീട് കൊടുത്ത് അവർ സുഖമായി അവിടെ താമസിക്കുന്നു. എല്ലാം വളരെയധികം പിന്നോക്കാവസ്ഥയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇനിയും ഈ 4ാമത്തെ വീട് കഴിഞ്ഞാൽ ഇനിയും ഞങ്ങളുടെ മുന്നിൽ 5 വീട്, കാരണം 9 വീട് എന്നുള്ള ഒരു പ്രൊജക്റ്റാണ് സ്നേഹവീട് എന്ന പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം വിഭാവനം ചെയ്യുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ചടങ്ങിനോടനുബന്ധിച്ച് മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി കുടുംബസംഗമവും 10-12 ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണവും നടത്തുമെന്ന് സ്നേഹവീട് കോർഡിനേറ്റർ ഷാനു മച്ചാട് പറഞ്ഞു. നമ്മൾ ഈ തറക്കല്ലിടലിനോട് കൂടി തന്നെ നമ്മൾ അന്നത്തെ ദിവസം വയ്ക്കുന്ന ഗെറ്റ് ടുഗദറിൽ നമ്മൾ കഴിഞ്ഞ വർഷം പാസ്സായ SSLC +2 ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികളെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റോ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാലാണ്. അപ്പോൾ അത്തരം കുട്ടികളെയും നമ്മളിതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു സാമൂഹിക സന്ദേശം കൂടി കൊടുക്കാനാണ് വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ശ്രമിക്കുന്നത്. 36 വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടും സേവന പാരമ്പര്യം കൊണ്ടും വിദേശത്തും സ്വദേശത്തും അറിയപ്പെടുന്ന സംഘടനയായി മാറുവാൻ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് WSS സീനിയർ മെമ്പർ KK അബൂബക്കർ പറഞ്ഞു. വിവിധ മേഖലകളിൽ ഒട്ടനവധി ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അവരെ സഹായിക്കാൻ WSSന് കഴിഞ്ഞിട്ടുണ്ട്. അത് വിദ്യാലയങ്ങളുണ്ട്, നിർധരായ ആളുകൾക്കുണ്ട്, രോഗികൾക്കുണ്ട്, സ്കൂളുകൾക്കുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. എടുത്തു പറയാവുന്നത് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലുകൾക്ക് 3 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അവിടുത്തെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തുടർച്ചയായിട്ടുള്ള ഭക്ഷണം ഈ WSSൻ്റെ നേതൃത്വത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാലഘട്ടങ്ങൾക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 18-ാം തീയതിയിലത്തെ കർമ്മത്തിന് എല്ലാവരുടെയും സഹായ സഹകരണം WSS ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ഈ ചടങ്ങിന് അവിടെ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. UAE കേന്ദ്രീകരിച്ചാണ് WSS പ്രധാനമായും പ്രവർത്തിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്കിലുള്ള 9 പഞ്ചായത്തുകളിലെ ഏറ്റവും അർഹരായ 9 കുടുംബങ്ങൾക്ക് വീട് പണിയിച്ചു നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട്. സ്നേഹവീടിന്റെ പ്രോജക്റ്റിലെ ആദ്യ വീട് വേലൂർ പഞ്ചായത്തിലെ ഹലീമയ്ക്കും, 2ാമത്തെ വീട് തെക്കുംകര പഞ്ചായത്തിലെ രഞ്ജിത്തിനും, 3ാമത്തെ വീട് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വിക്ടറിനുമാണ് നൽകിയത്. സ്നേഹവീട് കോർഡിനേറ്റർ അബൂബക്കർ വിരിപ്പാക്ക, WSS ഫൗണ്ടർ ഹൈദർ കോയ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.